നമ്മുടെ പുതിയൊരു വഴിക്ക് അല്ല അമ്മ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കയറണമെന്നാണെങ്കിൽ ആണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് കാണാൻ പോണത് നമ്മളെ ഗ്രാനി അമ്മൂമ്മയുടെ ഒരു വീഡിയോ ആണ്. അപ്പം ലെറ്റ്സ് ഗോ വീഡിയോയിലോട്ട് കടന്നാലാ. നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീഡിയോയുടെ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് ഗ്രാനിയാണ് കാണാൻ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്, നമ്മളെ ഗ്രാനി കരിമൂവനെയെ കാണാനായിട്ട്. അപ്പം നമുക്ക് ഗ്രാനി കാണാനായിട്ട് സന്തോഷപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഗ്രാനി ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരും ഗൈസ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തേക്കണം. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഗ്രാനി ഇപ്പൊ നിങ്ങളത്തെ ഒരു കാര്യം പറയുന്നത് ഇതാണ് ഗൈസ് ആ കാര്യം. അപ്പം നേരെ അടങ്ങാം. ഗൈസ്, ഫസ്റ്റ് സീനിൽ തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, നമ്മളെ ഗ്രാനി ആകുമ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മളെ ഐസ്ക്രീം കില്ലറിന്റെ കടയിലോട്ട് വന്ന്. പിന്നൊന്നും പറയണ്ടല്ലോ ഗൈസ്, ഐസ്ക്രീമിന് 5 രൂപയായിരുന്നു. പക്ഷെ ആ 5 രൂപ ഗ്രാനിയുടെ ഇല്ലായിരുന്നു ഗൈസ്. പാവ ഗ്രാനി. നമുക്ക് ബാക്കി കാണാം. ഗ്രാനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. നേരെ ഗ്രാനിയുടെ മണ്ടയിലോട്ട് ഒരു പേപ്പർ വന്ന് വീണു ഗൈസ്. ആ പേപ്പറിലോട്ട് ആ ഗ്രാനി ഒന്ന് നോക്കിയപ്പോഴാണ് ഗൈസ് കാണുന്നത് ഒരു ക്ലീനറിനെ വേണമെന്ന് ഗൈസ് ഒരു സ്ഥലത്ത്. അപ്പം ഗ്രാനിക്ക് ഒരു ജോബും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഗ്രാനിയുടെ ജോബ് കിട്ടിയതിന്റെ ബാക്കി കാണാം. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇത് ഒരു പണക്കാരി ഗ്രാനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രസ്സൊക്കെ കണ്ടാലേ അറിയാം ഗൈസ്, ഒരു പണക്കാരി തന്നെയാണ്. അപ്പൊ നമുക്ക് ബാക്കിക്കോളാം ഗൈസ്. ഓ ഗൈസ്, നമ്മളെ ഗ്രാനിക്ക് വിഷമമായി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്തായിരുന്നു ആ ഗ്രാനിക്ക് ജോബിന് വേണ്ടി വരേണ്ടത്. അപ്പൊ ഈ സ്ഥലത്താണ് ഗൈസ് ആ ഗ്രാനിക്ക് തൂക്കേണ്ടത്. അപ്പൊ ഗ്രാനിക്ക് വിഷമമായി ഗൈസ്. ബാക്കി കാണാം. ആ പെണ്ണും പിള്ളേരെ നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മളെ ഗ്രാനീനെ തൊട്ട് കഴിഞ്ഞാൽ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗ്രാനി തൂത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ പെണ്ണും പിള്ള കയറി വന്നിട്ട് മറ്റേ അത് ചവിട്ടി ഇട്ടോണ്ട് പോണു ഗൈസ്. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം. പക്ഷെ ഗൈസ് ആ പെണ്ണുപിള്ളേനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ്. ഗ്രാനിയുടെ കസിനാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഗൈസ്. എനിക്കൊന്നും അറിയത്തില്ല ഗ്രാനിയുടെ കസിനാണോ കുസിനാണോന്നൊന്നും. നമുക്ക് ബാക്കി കാണാം. ഓ ഗൈസ്, ഇത് ഗ്രാനി 2ലെ വീടല്ലേ? അതാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോ കാണിച്ച കഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ ഗ്രാനി ഈ രണ്ടാമത്തെ ഗ്രാനി ഇല്ലേ, റിച്ച് ഗ്രാനി. ഞാൻ ഈ ഗ്രാനീനെ രണ്ടാമത്തെ ഗ്രാനി എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ ഗ്രാനി ആയിരുന്നു ഓ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ആ സമയത്ത് നമ്മളെ ഒന്നാമത്തെ ഗ്രാനി ഇല്ലേ, നമ്മളെ മെയിൻ ഗ്രാനി, ഓജി ഗ്രാനി. അപ്പൊ ആ ഓജി ഗ്രാനി വന്നിട്ട് നോക്കുമ്പോഴത്തേക്കുമാണ് എനിക്ക് ഫുഡ് വിശക്കുന്നെന്ന് വയറിൽ തൊട്ട് കാണിക്കുന്നത് ഗൈസ്. എന്തരാണ് ഗൈസ് ഈ ഗ്രാനിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഗ്രാനിനെ നമ്മൾ തലാണ്ട കറക്കിയിടും ഗൈസ്. ഗ്രാനി നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ.
പരിപാടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെ ഗ്രാനി തള്ളച്ചീന്റെ മണ്ടയിലോട്ട് തുപ്പിയിട്ട് ഗൈസ് കാണിച്ചു തരാം. ഗൈസ് നമ്മളെ ഗ്രാനീനെ തള്ളിയിട്ട് ഗൈസ് ഈ ഗ്രാനീനെ ഫസ്റ്റ് ചെയ്ത ദ്രോഹം എന്തരാണെന്ന് നിങ്ങൾ കണ്ട ഗൈസ്. പാവം ഗ്രാനി ഗൈസ്. ഇതിനകത്ത് ചിരിക്കാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ചിരിക്കാൻ കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് കണ്ടിട്ട്. പക്ഷെ ഈ ഗ്രാനി ഒന്ന് വീണത് എനിക്കൊരു സങ്കടമായി ഗൈസ്. ഈ ഗ്രാനി എത്രയും ജോലി ചെയ്തിട്ടും ഈ പെണ്ണുമ്പുള്ള തള്ളിയിടാനെന്ന് പറഞ്ഞാ കൊള്ളാം. ഗൈസ് നമ്മളെ ഗ്രാനിക്കില്ലേ ഗൈസ്, നമ്മളെ രണ്ടാമത്തെ ഗ്രാനിക്ക് മീശ വരച്ചു കൊടുത്ത് ഗൈസ്. രണ്ടാമത്തെ ഗ്രാനിക്ക് മീശ വരച്ചു കൊടുത്ത്. പവർ ഗൈസ്, പവർ. എന്റെ പൊന്നു ഗൈസ്, നിങ്ങള് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗ്രാനിയില്ലേ ഗൈസ്, നമ്മളെ ഗ്രാനികളൊന്ന് ശ്രദ്ധിച്ച് ഒന്നും കൂടെ കണ്ടു നോക്ക്. പവർ സാധനം ഗൈസ്, കാണിച്ചു തരാം ഒന്നും കൂടെ. നമ്മളെ ഗ്രാനിയുടെ അടുത്താണ് ഗൈസ് കളി. പവർ സാധനം. നമ്മളെ ഗ്രാനി അങ്ങനെ നമ്മളെ ആ തള്ളച്ചിയുടെ ഡ്രസ്സെല്ലാം കീറിയിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം ആ തള്ളച്ചി. നമ്മളെ ഗ്രാനിക്ക് പൈസ കിട്ടി ഗൈസ്. നമ്മളെ ഗ്രാനിക്ക് കോൾ അടിച്ച്. എന്റെ പൊന്നു പോലെ ഗൈസ്, നമ്മളെ അങ്ങനെ ഗ്രാനി നമ്മൾ വിജയത്തോടെ പോവുകയാണ് ഗൈസ്. നമ്മളെ ഗ്രാനി ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് തുടർന്ന് കാണാം. ഗൈസ് നമ്മളെ ഗ്രാനി ഇല്ലേ ഗൈസ്, അവിടെ ഒരു ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രാപ്പിൽ നമ്മളെ രണ്ടാമത്തെ ഗ്രാനി കുടുങ്ങി ഗൈസ്. അങ്ങനെ തന്നെയാണ് ഗൈസ്. ആ രണ്ടാമത്തെ കാരിങ്ങനെ പിടിച്ചോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഗൈസ്. അതാണ് നിങ്ങളിപ്പോ കണ്ടത്. അതിന്റെ ഇടയിൽ കൂടെ അല്ലേ ഈ രണ്ടാമത്തെ ഗ്രാനി ടെൻഷൻ അടിച്ച് ഇരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഐസ്ക്രീം കില്ലർ അതുവഴി കൂടെ പോയി ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ ഗ്രാനി ഒരു വീടൊക്കെ വാങ്ങിയിട്ടുണ്ട് ആ പൈസ വെച്ച്. അതാണ് നിങ്ങളിപ്പോ കാണുന്നത് ഗൈസ്. കിട്ടിയിലൊരു മാളികയാണ് നമ്മളെ ഗ്രാനി പണിഞ്ഞേക്കുന്നത്. എടാ നമ്മളെ മറ്റേ സ്കാരി ടീച്ചർ ഇല്ലേ, സ്കാരി ടീച്ചറിനെ പഠിക്കുന്ന ആ സ്കാരി ടീച്ചറിന്റെ സ്റ്റുഡന്റ് ഇല്ലേ, അവൻ താണ്ട് ചാടി വരുന്നു. ആ ഗ്രാനിയുടെ സംസാരം കേട്ടാ ഗൈസ്. ഓ ഗൈസ്, പാരച്യൂട്ടില് പോവാൻ വരുന്നുണ്ടോന്ന് നമ്മളാ ചെറുക്കൻ ചോദിക്കുകയാണ്. ചിലപ്പോ ഗ്രാനി പോവായിരിക്കും ഗൈസ്. പൈസ ഒക്കെ ഇഷ്ടം പോലെ കിടക്കില്ലേ. ഗ്രാനി പേടിച്ച്
ഗ്രാനി പേടിച്ചിരിക്കുന്നു നമ്മളെ ഗ്രാനിയാണ് നാട്ടെ പേടിച്ചിരിക്കുന്നുണ്ട്. നമ്മളെ ഗ്രാനി പേടിച്ച് ഇനിയിപ്പോ പാരഷൂട്ടിൽ നിന്ന് ചാടുമെന്ന് പോലും അറിയത്തില്ല. പൈസ കൊടുത്ത് ചുമ്മാ കുളത്തിൽ ചെന്ന് വീഴുന്നു ഗൈസ്. നമ്മളെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നേരെ വന്നിട്ട് ഗ്രാനിയുടെ പാരച്ചൂട്ടില്ല താരോട്ട് ചാടിച്ച്. പാരച്ചൂട്ടില്ലാന്ന് ഇപ്പഴാണ് കേട്ടത്. നമ്മളെ സ്വന്തം ഗ്രാനി ഇപ്പഴാണ് അറിയുന്ന. ഗ്രാനിയില്ലേ താഴോട്ട് ചാടുമ്പോഴത്തേക്ക് ലിപ്സ്റ്റിക് ഇടാൻ നോക്കിയപ്പോ കൊറേ പക്ഷികളൊക്കെ വന്ന് ഗ്രാനിനെ കൊത്തിയെടുത്തോണ്ട് പോകും ഗൈസ്. ഇപ്പം ആഹാ വന്നിരിക്കുകയാണ്. ആഹാടെ എൻട്രി. അപ്പൊ നമ്മളെ ഗ്രാൻഡ് പാടെ എൻട്രി ആണ് ഗൈസ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഗ്രാൻഡ് പാ ഫോണിൽ നിന്നൊക്കെയാണ് ഫസ്റ്റ് എൻട്രി ഒക്കെ തുടങ്ങുന്നത്. ഹോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. പവർ ഗ്രാൻഡ് പാ. ഗ്രാനി ഗ്രാൻഡ് പാനെ വിളിച്ചു ഗൈസ്. എടേ ആ പക്ഷിയില്ലേ ഗൈസ് ഗ്രാനിയുടെ കവാലക്കുറ്റി കടിച്ചിട്ട് പോയി. I see you. Granny. ഗ്രാൻഡ് പാ തലയിടിച്ചു വന്നു വീണ് ഗൈസ്. ഗ്രാൻഡ് പാ തലയിടിച്ചു വന്നു വീണ്. നല്ലത് ഗൈസ് നല്ലത്. ഗ്രാൻഡ് പായ്ക്കും പണി കിട്ടി, ഗ്രാനിക്കും പണി കിട്ടി. ഗൈസ് നമ്മളെ ഗ്രാനി ഹീറോ ബ്രെയിൻ ആണ് ഗൈസ്. ഹീറോ ബ്രെയിൻ എന്താണെന്നറിയാവോ? നമ്മളെ ഗ്രാനി നേരെ കൊട എടുത്ത് ഗൈസ് പറക്കാൻ പോവാണ് നമ്മളെ ഗ്രാനി. കൊട റൈഡ്. ഇതിനാണ് ഗൈസ് പാരച്ചൂട്ട് ഇല്ലാതെ എങ്ങനെയാണ് ഡൈവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കറക്റ്റ് സേഫ് ലാൻഡിങ് ഗൈസ്. എങ്ങനെയാന്ന് വിചാരിച്ചാ നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ തന്നെ നമ്മളെ ഗ്രാനി ചാടിയിരിക്കുകയാണ്. ഗൈസ് നമ്മളെ ഗ്രാനി നേരെ കഴിക്കാന്നൊക്കെ വിചാരിച്ചു ഗൈസ്. ഇത്രയും സ്കൂബ ഡൈവൊക്കെ ചെയ്തതല്ലേ, അപ്പം ഉറപ്പായിട്ട് ഗ്രാനിക്ക് വിശക്കുമല്ലോ. അതുകൊണ്ട് ഗ്രാനി ഫ്രിഡ്ജിൻ്റെ അകത്തിരുന്ന പിസ്സ എടുത്തോണ്ട് വന്ന് കഴിക്കുകയാണ്. ഓക്കെ ഗൈസ് നമ്മളെ ഗ്രാനി അങ്ങനെ പിസ്സ കഴിച്ച് അപ്പൊ നമ്മളെ ഗ്രാനിയൊക്കെ പിസ്സ ഒക്കെ കഴിച്ച് ഇനിയിപ്പൊ എന്തിനാണ് ചെയ്യാൻ പോണേ നമുക്ക് കാണാം. ഗൈസ് ഗ്രാനിയും ഗ്രാൻഡ് പേയും കൂടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഗ്രാൻഡ് പേക്ക് കോൾ വന്നു ഗൈസ്. ഗൈസ് ഗ്രാൻഡ് പേയുടെ സംസാരം കണ്ട
ഇങ്ങനത്തെ സംസാരം ഒന്നും കൂടെ കാണിച്ചു തരാം. Why to me and everything? ഗായ്സ് നമ്മളെ ഗ്രാനിയില്ലേ ചീറ്റിങ് ചെയ്ത്. ഗായ്സ് ഗ്രാൻഡ് പാ അത് നേരാക്കി. ഗായ്സ് നമ്മളെ ഗ്രാനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഗായ്സ് നമ്മളെ ഗ്രാനിക്കുട്ടിക്ക് ഉറക്കം വരെയാണ്. ഗൈസ് എന്തരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഗ്രാനിക്കുട്ടിക്ക് ഭയങ്കര ഉറക്കമൊക്കെ വരെയാണ് ഗൈസ്. ഓക്കെ ഗൈസ് നേരെ നമ്മൾ ഗ്രാനി ചീറ്റിംഗ് ഒക്കെ ചെയ്ത് സോംബി ഗൈസ് നമ്മളെ ഗ്രാനിയുടെ വീട്ടിൽ അങ്ങനെ സോംബി ഒന്ന് ഗ്രാനിയുടെ വീട്ടിൽ സോംബി ഉണ്ട് ഗൈസ്. ഇത് എന്തരാണെന്ന് അറിയത്തില്ല. ഗ്രാനിയുടെ വീട്ടിൽ അങ്ങനെ സോംബി ഒന്ന്. എന്റെ പൊന്നുമോനെ ഗൈസ്, നിങ്ങൾ ആരും ഗ്രാനിയുടെ ഗെയിമൊന്നും കളിക്കല്ലേ. നിങ്ങൾ സോംബിയുടെ അടുത്ത് കുടുങ്ങിപ്പോവും. ഗൈസ് ഇപ്പൊ ഗ്രാനിയാണ് സോംബിയുടെ എസ്കേപ്പ് ആവുന്ന. ഓക്കെ ഗൈസ് ഗ്രാൻഡ് എമ്പുരാനായി ഗൈസ്. എമ്പുരാനെ ഞാൻ എന്താണ് ഈ എമ്പുരാനെ എന്നുള്ള പാട്ട് പാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് എൻട്രി വരുമ്പോൾ എമ്പുരാൻ പാടണം ഗൈസ്. ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാനിപ്പോൾ എമ്പുരാൻ ഇപ്പം എഡിറ്റ് ചെയ്ത് ഞാൻ ആ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. രണ്ട് സോംബി ഉണ്ട് ഗൈസ്. രണ്ട് ഒരു സോംബി വന്ന് ഒരു സോംബിയുടെ വണ്ടേ കൂടെ വന്ന് വീട്. എല്ലാ സോംബി ഇങ്ങനെ തന്നെ മരിക്കും ഗൈസ്. ഗൈസ് ആ കണ്ണാടി വെച്ചേക്കുന്നുണ്ടോ ഗൈസ്? ഒരു സോംബി കാണിച്ചു തരാം. ദാണ്ടേ ഈ സോംബി ദാണ്ടെ കണ്ണാടി വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പൊ അതാണ് ഗൈസ് ഈ അപ്പുപ്പ സോംബി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുപ്പ സോംബിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശുഭം ഗൈസ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അപ്പുപ്പ സോംബി വേറെ ഒരു സോംബിനെ കൂടെ എണീപ്പിച്ച്. ഗൈസ് നമ്മളെ ഗ്രാനി സൈക്കോ ആണെന്നാണ് തോന്നുന്നത്. നമ്മളെ ഗ്രാനി ഒരു ബക്കറ്റൊക്കെ കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഗൈസ് ദ റിയൽ സൈക്കോ ഗൈസ്. ദ റിയൽ സൈക്കോനെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ആ സോംബി ഉണ്ടാ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് നമ്മളെ ഗ്രാൻഡ് പാ അടുത്ത ട്രാപ്പ് നമ്മളെ ഗ്രാൻഡ് പാ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഗൈസ് അപ്പൂപ്പ സോംബി ഇതാണ്ടേ ഗൈസ് അപ്പൂപ്പ സോംബി. അപ്പൂപ്പ സോംബിനെയാണ് നമ്മളെ ഗ്രാൻഡ് പ കൊടുക്കാൻ പോണ. ഗൈസ് അപ്പൂപ്പ സോംബി ടെറർ ആണെന്നാണ് തോന്നുന്നത്. അപ്പൂപ്പ സോംബിക്ക് അത് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൂപ്പൻ സോംബി ടെറർ മോഡ് ആക്ടിവേറ്റഡ് ഗൈസ്. എന്റെ പൊന്നു മോനെ ഗൈസ് അപ്പൂപ്പ സോംബി ടെറർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമ്മളെ ഗ്രാൻഡ് പേഡ് എടുക്കും കൊള്ളാം ഗൈസ്. അപ്പൂപ്പ സോംബിനെ കാട്ടി ഗ്രാൻഡ് പേഡ് എടുക്കാണ് കൊള്ളാവുന്നത്. നമ്മളെ ഗ്രാൻഡ് പേ ഇങ്ങനെ കൈ കാണിച്ചു ഗൈസ്. ആ സമയത്ത് അപ്പൂപ്പ സോംബി കണ്ടിട്ട് നേരെ ഓടി വന്നപ്പോഴത്തേക്കും ട്രാപ്പിൽ കുടുങ്ങിപ്പോയി. പാവം. ഗൈസ് അടുത്ത ട്രാപ്പ് ഗൈസ്. ഇതിൽ ഉറപ്പായിട്ടും ഗൈസ് ഇനി അടുത്ത സോംബിയൊക്കെ കുടുങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് അടുത്ത സോംബി ചില്ല് വഴി കയറി വെളിയിൽ പോയി ഗൈസ്. ഇനിയിപ്പോ ആ സോംബിയുടെ അന്ത്യമാണ്. Oh no. ഗൈസ് അവർ രണ്ടുപേരും കൂടെ TV ഇരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയാം ഗൈസ്, ഞാൻ എൻ്റെ ക്യാമറ ഇങ്ങോട്ടാക്കിയത് നിങ്ങൾക്ക് ആ TV കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ TV നിന്നായിരിക്കും ഇനി അടുത്ത പ്രേതം വരാൻ പോണ. ഗൈസ് ഇവന്റെ പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്, എനിക്ക് മറന്നുപോയി. മറ്റേ ഭയങ്കര ശബ്ദമുള്ള ആളാണ്. അവൻ താണ്ട് TV എന്നൊക്കെ ഇറങ്ങി വരുന്നു. ഗ്രാനീന്റെ അടുത്ത് അപ്പൂപ്പം കിണറ്റി ചാടിന്ന് വന്ന്. എടാ അവന് കൂടെ ചാടിയടാ. എന്തൊരു ഗൈസ് നമ്മളാ അപ്പൂപ്പ സോംബിയൊക്കെ തീർന്ന് ഇപ്പൊ അടുത്ത ആളാണ് ഗൈസ്. ഗൈസ് അവർ രണ്ടുപേരും കൂടെ ഒരു കല്ലീന്ന് വന്നങ്ങ് വീട് ഗൈസ്. ഗൈസ് നമ്മളെ ഗ്രാൻഡ് പയ്ക്ക് സൂക്ഷിച്ച് നടക്കാൻ അറിയത്തില്ല ഗൈസ്, ഈ പൊട്ടൻ ഗ്രാൻഡ് പയ്ക്ക്. ഗൈസ് ഇപ്പൊ അവൻ താണ്ട ഗ്രാൻഡ് പേനെ ചില്ലി ചിക്കൻ അടിച്ച് കഴിക്കും ഗൈസ്. ഗൈസ് നമ്മളെ ഗ്രാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് പിന്നെ നമ്മളെ ഗ്രാനിയുടെ വടി ഇല്ലാതെ എങ്ങനെ ഗൈസ് ഗ്രാനി ആവുന്ന പവർ ഗൈസ്. നമ്മളെ ഗ്രാനിയുടെ വടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മളെ ഗ്രാനി പവർ. ഗൈസ് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഗൈസ്, ഗ്രാനി സത്യത്തിൽ ഒരു മെറ്റൽ ഗായ് ആണ്. പിന്നെ നമ്മളെ ഗ്രാൻഡ് പ വെറുതെ ഇരിക്കൂ ഗൈസ്. നമ്മളെ ഗ്രാൻഡ് പ നേരെ നമ്മളെ മറ്റേ അവന്റെ കാലി നേരെ കയറി ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അത് തന്നെ ഗൈസ്.
ഗൈസ് നമ്മളെ ഗ്രാനിയുടെ തലവണ്ട കിടന്ന് കറങ്ങയാണ് ഗൈസ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവനെടുത്ത് ഇങ്ങനെ കുലുക്കിയില്ലേ, അതുകൊണ്ട് നമ്മളെ ഗ്രാനിയുടെ തലവണ്ട കറങ്ങയാണ്. എന്നാലും നമ്മളെ ഗ്രാൻഡ് പാ നമ്മളെ ഗ്രാനീനെ രക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇനിയിപ്പോ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എല്ലാം വേണമെങ്കിൽ പറയുക. നമ്മളെ വീഡിയോ അങ്ങനെ തീർന്നിരിക്കുകയാണ്. ഇത് ഗൈസ് ഉറപ്പായിട്ട് കുറെ മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇവിടെ വെച്ച് ബന്ധപ്പെടേ ബൈ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഗൈസ്, നമ്മൾ ഇനി തൊട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. നമ്മളെ ഗ്രാനിയുടെയും എല്ലാവരെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ഫണ്ണുള്ളതായിരിക്കും ഗൈസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് വെച്ചപ്പോലെ ഫണ്ണൊക്കെ ഉണ്ട് ഗൈസ്. ലാസ്റ്റ് നമുക്കൊരു ത്രില്ലായിട്ടിരുന്ന് കാണാൻ പറ്റും. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ ബൈ ബൈ.